നെക്സ്റ്റ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ് നോക്കുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് രണ്ട് ടൈപ്പാണുള്ളത്. എന്തൊക്കെയാണത്? അക്കൗണ്ടിങ് കോൺസെപ്റ്റും അക്കൗണ്ടിങ് കൺവെൻഷനും. അപ്പോൾ നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം, പിന്നെ അക്കൗണ്ടിങ് കൺവെൻഷൻസ് നോക്കാം, അതിൻ്റെ ടൈപ്സ് നോക്കാം, പിന്നെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നോക്കാം, അതിൻ്റെ ടൈപ്പ് നോക്കാം, പിന്നെ അക്കൗണ്ടിങ് കൺവെൻഷൻ നോക്കാം, അതിൻ്റെ ടൈപ്പ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താ നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മീനിങ്ങും ഡെഫിനിഷനും പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ മീനിങ് നോക്കാം. ദ നീഡ് ഫോർ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അറൈസസ് ബിക്കോസ് ഡിഫറെൻറ്റ് പാർട്ടീസ് സച്ച് ആസ് ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ് എക്സെട്ര ആർ ഇൻട്രസ്റ്റഡ് ടു നോ ദ അഫയേഴ്സ് ഓഫ് ബിസിനസ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റേഴ്സ്, അതേപോലെ നമ്മളെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, നമുക്ക് ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് കടമായിട്ട് പൈസ തരുന്നവർ, അങ്ങനത്തെ പിന്നെ ബാങ്ക്, ഫിനാൻഷ്യൽ അങ്ങനെ കുറേ സ്ഥാപനമുണ്ട്. അവർക്കൊക്കെ നമ്മളെ ബിസിനസ്സിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ, അഫയേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ടാകും. അങ്ങനെ അവരുടെ ആവശ്യങ്ങളിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറൈസ് ചെയ്യാൻ കാരണം. ഇഫ് എവരി ബിസിനസ് അപ്ലൈസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് പ്രാക്ടീസസ് ദ ഫൈനൽ അക്കൗണ്ട്സ് മേ നോട്ട് ബി അണ്ടർസ്റ്റാൻഡബിൾ ടു ഓൾ പാർട്ടീസ്. അതായത് ഓരോ ബിസിനസ്സിനും ഓരോ പ്രിൻസിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്താ ഇതൊന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലേ. ഒരു ബിസിനസ്സിന് ഒരു പ്രിൻസിപ്പിൾ, ഓരോരുത്തർക്ക് തോന്നിയ പോലെ അവരൊരു സ്വന്തം പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ട് ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ എന്താണ്, എല്ലാ അക്കൗണ്ടിങ് സ്ഥാപനങ്ങൾ, അതായത് അക്കൗണ്ട്സിലെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലെ അക്കൗണ്ട്സിന് ഒരു കോമൺ പ്രിൻസിപ്പിൾസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഏത് ബിസിനസ് സ്ഥാപനങ്ങൾ അക്കൗണ്ടിങ് ചെയ്താലും അവർക്ക് ഒരു കോമൺ പ്രിൻസിപ്പിൾ വേണം, എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻസിപ്പിൾ. അങ്ങനെ ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഒരു യൂണിഫോമിറ്റി വേണം അല്ലേ. അപ്പോൾ ഇൻ ഓർഡർ ടു മേക്ക് ദ ഫൈനൽ അക്കൗണ്ട്സ് അണ്ടർസ്റ്റാൻഡബിൾ and to maintain uniformity in accounting system, accounting should be based on certain പ്രിൻസിപ്പിൾസ്. അതായത് ഓരോ സ്ഥാപനങ്ങളും അവർക്ക് തോന്നിയ പോലെ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കി വെച്ചെന്നാൽ ആ പാർട്ടീസിന് എന്താണ് അതൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അതെന്താണ്, ഫൈനൽ അക്കൗണ്ട്സ് എല്ലാ ബിസിനസ്സിൻ്റെയും ഫൈനൽ അക്കൗണ്ട്സ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം, സെയിം പോളിസീസ് അല്ല, യൂണിഫോമിറ്റി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ accounting principles may be defined as those accounting principles may be defined those rules and procedures which is adopted by an accountant universally ഇൻ റെക്കോർഡിങ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടൻറ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പാലിക്കുന്ന റൂൾസും പ്രൊസീജിയേഴ്സും, അതിനാണ് നമ്മൾ മെയിനായിട്ട് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. These principles serves as a guideline to ensure uniformity, clarity and understanding. അപ്പോൾ ആ അക്കൗണ്ടൻറ്റ്, ഓരോ സ്ഥാപനത്തിലും ഓരോ അക്കൗണ്ടൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അവർ ഏത് സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റ് ആണെങ്കിലും അവർ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അവർ പാലിക്കുന്ന റൂൾസും പ്രൊസീജിയേഴ്സും എന്തായിരിക്കും, സെയിം ആയിരിക്കും, അത് ഏത് സ്ഥാപനത്തിലായാലും. അപ്പോൾ ആ സെയിം അങ്ങനെ പാലിക്കുന്ന റൂൾസും പ്രൊസീജിയേഴ്സും അവർ ചെയ്യുന്ന അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഈ ഗൈഡ് ലൈൻസ് യൂസ് ചെയ്തിട്ട് അവർ അക്കൗണ്ട്സ് ചെയ്യുമ്പോൾ അതെന്തായിരിക്കും, ആ അക്കൗണ്ട്സിന് ഏത് സ്ഥാപനത്തിലെ അക്കൗണ്ട്സിൻ്റെ റൂൾസും എന്തായിരിക്കും, അത് യൂണിഫോമിറ്റി ഉണ്ടാവും. അത് പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ക്ലിയർ ആയിരിക്കും, എല്ലാവർക്കും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും. ഇതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു മീനിങ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കാം കേട്ടോ. അപ്പം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട് ഇവിടെ. ഇൻ ദ വേർഡ്സ് ഓഫ് A.W. ജോൺസൺ ആണ് ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെന്താ നോക്ക്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ അസംപ്ഷൻസ്, റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ദീസ് റൂൾസ്, മെത്തേഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു ആക്ച്വൽ പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ എന്താണ്, അസംപ്ഷൻസ് ആണ്. അസംപ്ഷൻസ് എന്ന് വെച്ചാൽ എന്താ, അനുമാനങ്ങളെയാണ് നമ്മൾ അസംപ്ഷൻസ് എന്ന് പറയുന്നത്. അസംപ്ഷൻസ് അല്ലെങ്കിൽ റൂൾസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. എന്നിട്ട് എന്താണ്, ഈ റൂൾസ് എന്ത് ചെയ്യുക, ഈ റൂൾസും മെത്തേഡ്സും ഒക്കെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, ആക്ച്വലിൽ അപ്ലൈ ചെയ്യുക. ദ പ്രൊസീജിയേഴ്സ് ടു ആക്ച്വൽ പ്രാക്ടീസ് ഓഫ് അക്കൗണ്ടിങ്. കുറേ റൂൾസും അതേപോലെ അസംപ്ഷൻസും ഒക്കെ ആദ്യം വെക്കുക. എന്നിട്ട് എന്താക്കുക, ഈ അസംപ്ഷൻസും റൂൾസും ഈ മെത്തേഡ്സും പ്രൊസീജിയേഴ്സും ഒക്കെ എന്താക്കുക, ആക്ച്വലായിട്ട് അക്കൗണ്ടിങ് ചെയ്യുമ്പം അതെന്താക്കുക, അപ്ലൈ ചെയ്യുക, അക്കൗണ്ടിങ്ങിൽ കൊണ്ടുവരിക. അപ്പോൾ അതാണ് ഇയാൾ പറയുന്നത്, എന്താണ് A.W. ജോൺസൺ പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താ, നമുക്ക് ഷോർട്ടായിട്ട് എന്ത് പറയാം, ഒറ്റ ലൈനിൽ ഷോർട്ടായിട്ട് നമുക്ക് എന്തെന്ന് പറയാം, ജനറൽ റൂൾസ് ഓർ പ്രിൻസിപ്പിൾസ് അഡോപ്റ്റഡ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള, പൊതുവായിട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന റൂൾസിന് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് രണ്ട് കാറ്റഗറി ഉണ്ട്. എന്താണത്, അക്കൗണ്ടിങ് കോൺസെപ്റ്റും അതേപോലെ അക്കൗണ്ടിങ് കൺവെൻഷനും. അപ്പോൾ ഇനി നമുക്ക് എന്താക്കാം, അക്കൗണ്ടിങ് കൺവെൻഷൻ എന്താണ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്താണ്, അതുപോലെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എത്ര ടൈപ്സ് ഉണ്ട്, അക്കൗണ്ടിങ് കൺവെൻഷൻ എത്ര ടൈപ്സ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം.
അപ്പം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, അക്കൗണ്ടിങ് കോൺസെപ്റ്റും അക്കൗണ്ടിങ് കൺവെൻഷനും. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് 10 ടൈപ്സ് ആണുള്ളത്, അക്കൗണ്ടിങ് കൺവെൻഷൻ 4 ടൈപ്സ് ആണുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ ഫസ്റ്റ് വരുന്നത് മണി മെഷർമെൻറ്റ്, പിന്നെ ബിസിനസ് എൻറ്റിറ്റി, പിന്നെ ഗോയിങ് കൺസേൺ, പിന്നെ കോസ്റ്റ്, പിന്നെ നെക്സ്റ്റ് കോസ്റ്റ് കൺസെപ്റ്റ്, പിന്നെ ഡ്യുവൽ അസെപ്റ്റ്, നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്, മാച്ചിങ്, പിന്നെ റിയലൈസേഷൻ, ഒബ്ജക്റ്റിവിറ്റി, അക്രൂവൽ. ഇങ്ങനെ 10 ആയിട്ടാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളുള്ളത്. ഇമ്പോർട്ടൻറ്റ് 10 അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ് നമുക്കുള്ളത്. അക്കൗണ്ടിങ് കൺവെൻഷൻ നോക്കാം. അക്കൗണ്ടിങ് കൺവെൻഷൻ 4 ടൈപ്സ് ആണുള്ളത്. ഫസ്റ്റ് ഡിസ്ക്ലോസർ, രണ്ടാമത്തെ കൺസിസ്റ്റൻസി, മൂന്നാമത്തെ കൺസർവേറ്റിസം, നാലാമത്തെ എന്താണ് മെറ്റീരിയാലിറ്റി. ഇങ്ങനെ 4 ഇമ്പോർട്ടൻറ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ് നമുക്കുള്ളത്. ഇനി അക്കൗണ്ടിങ് കോൺസെപ്റ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. പിന്നെ ഓരോ 10 ടൈപ്സിൻ്റെ മീനിങ്സ് നമുക്ക് എന്താക്കാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ അക്കൗണ്ടിങ് കൺവെൻഷൻ എന്താണെന്ന് നോക്കാം. എന്നിട്ട് ഓരോ അക്കൗണ്ടിങ് 4 ടൈപ്സ് അല്ലല്ലോ, ഓരോ 4 ടൈപ്സിൻ്റെ മീനിങ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പം അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്താ നമുക്ക് ഫസ്റ്റ് നോക്കാം. അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആർ ദോസ് അസംപ്ഷൻസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോൺ വിച്ച് സയൻസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ്. അതായത് നമ്മളെ അക്കൗണ്ടിങ് ബേസ് ചെയ്യുന്ന കുറേ അസംപ്ഷൻസിനെയും കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസംപ്ഷൻസ് എന്ന് വെച്ചാൽ എന്താ, അതിൻ്റെ മലയാളം എന്താണ്, കുറേ അനുമാനങ്ങൾ. അതേപോലെ കണ്ടീഷൻസ് കുറേ നിബന്ധനകൾ, കുറേ അനുമാനങ്ങളെയും നിബന്ധനകളെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുക അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ ബേസിക് അസംപ്ഷൻസ് ദാറ്റ് ഫോർ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ അക്കൗണ്ട്. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് അസംപ്ഷൻസ്, കുറച്ച് അനുമാനങ്ങൾ, അതേപോലെ കുറച്ച് നിബന്ധനകളുണ്ട്. അതിനാണ് നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്ന് പറയാം. ഇതിൻ്റെ പർപ്പസ് എന്താണ്, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, എന്താണ് അക്കൗണ്ടിങ്ങിന് യൂണിഫോമിറ്റി പ്രൊവൈഡ് ചെയ്യാനും കൺസിസ്റ്റൻ്റ് ആക്കാനും എല്ലാം ഒരുപോലെ ആക്കാനും അതേപോലെ ഒബ്ജക്റ്റിവിറ്റിയും അതേപോലെ എല്ലാവർക്കും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ മെയിനായിട്ട് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറേ ടൈപ്സ് 10 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് നോക്കാം, അത് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം അക്കൗണ്ടിങ് കോൺസെപ്റ്റിൻ്റെ 10 ടൈപ്സ് ഇതൊക്കെയാണുള്ളത്. ഫസ്റ്റ് ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ് അല്ലേ, ബിസിനസ് എൻറ്റിറ്റി, മണി മെഷർമെൻറ്റ്, ഗോയിങ് കൺസേൺ, അക്കൗണ്ടിങ് പീരീഡ്, കോസ്റ്റ്, റിയലൈസേഷൻ, അക്രൂവൽ, മാച്ചിങ്, എന്താണ് ഡ്യുവാലിറ്റി. ഫസ്റ്റ് എന്താണ് ബിസിനസ് എൻറ്റിറ്റി. ബിസിനസ് എൻറ്റിറ്റി എന്താണെന്ന് നോക്കാം, പിന്നെ മണി മെഷർമെൻറ്റ് എന്താണെന്ന് നോക്കാം. അങ്ങനെ ഓരോന്നോരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. ഫസ്റ്റ് എന്താണ് ബിസിനസ് എൻറ്റിറ്റിയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് എ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഡിസ്റ്റൻറ്റ് ഫ്രം ഇറ്റ്സ് ഓണർ. Therefore, business transactions must kept separate from private affairs of the proprietor. അതായത് ബിസിനസ് എൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താ, നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത് അതാണ് ബിസിനസ് വേറെ ഓണർ വരും. സാധാരണ ഓണേഴ്സിനെയല്ലേ ബിസിനസ്സിൻ്റെ ഉടമസ്ഥർ എന്ന് പറയുക. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ ഓണർ വേറെ ഒരു വ്യക്തിയായിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ബിസിനസ് തുടങ്ങി, പിന്നെ ഓണറിൻ്റെ പേഴ്സണൽ ആവശ്യത്തിൽ നിന്ന് ബിസിനസ്സിൽ നിന്ന് പൈസ എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് പൈസ എടുത്തു കഴിഞ്ഞാൽ ഓണർ എന്താക്കണം, അത് തിരിച്ച് ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഇത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓണറിനെ വേറെയും ബിസിനസ്സിനെ വേറെയായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഞാനാണല്ലോ ബിസിനസ്സിൻ്റെ ഓണർ, എൻ്റെ വീട്ടിലെന്താ കല്യാണം ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങണം, അപ്പോൾ ബിസിനസ്സിൽ നിന്ന് കുറച്ച് പൈസ അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ തന്നെയല്ലേ പൈസ തിരിച്ചു വെക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് മനോഭാവം പാടില്ല. ബിസിനസ് നമ്മൾ വേറെ തന്നെ ഒരു സെപ്പറേറ്റ് പേഴ്സണായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് പൈസ എടുക്കുന്നത് ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം, അല്ലാതെ നമ്മൾ ഓണറിൻ്റെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് എന്താക്കാൻ പാടില്ല, ബിസിനസ്സിന് പൈസ എടുക്കാൻ പാടില്ല. അതെന്താണ്, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബിസിനസ്സിനെ വേറെയും എന്താണ് ഓണർ വേറെ, അതായത് ബിസിനസ് നടത്തുന്ന ആൾ തന്നെയാണ് ഓണർ. അയാൾ നമ്മൾ കുറേ പേരിൽ ഇനി അറിയപ്പെടും കേട്ടോ, ബിസിനസ് മാൻ, പ്രൊപ്പറേറ്റർ, ഓണർ, അങ്ങനെ കുറേ നെയിംസ് യൂസ് ചെയ്യും. അതൊക്കെ ആര് തന്നെയാണ്, ബിസിനസ്സിൻ്റെ ഉടമസ്ഥനെ നമ്മൾ പല പേരിൽ പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ ബിസിനസ്സിനെ വേറെയും ഓണറിനെ വേറെയും ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, കാരണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വി ക്യാൻ സേ ബിസിനസ് ആൻഡ് ബിസിനസ്മാൻ ആർ 2 സെപ്പറേറ്റ് എൻറ്റിറ്റി. അതായത് ബിസിനസ് വേറെയും ബിസിനസ്മാൻ വേറെയും, രണ്ട് വ്യക്തികളായിട്ടാണ് നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത്. സെപ്പറേറ്റ് എൻറ്റിറ്റീസ് 2 വ്യക്തികളായിട്ടാണ്. അപ്പോൾ പ്രൈവറ്റ് അഫയേഴ്സ് ഓഫ് പ്രൊപ്പറേറ്റർ ഉണ്ടാവും. പ്രൊപ്പറേറ്റർ എന്നുള്ള പേര് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബിസിനസ് നടത്തുന്ന ഓണർക്ക് ചിലപ്പോൾ കുറേ പ്രൈവറ്റ് ആവശ്യങ്ങൾ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിസിനസ്സിന് ഒരിക്കലും പൈസ എടുക്കാൻ പറ്റില്ല. ബിസിനസ്സിൽ നമ്മൾ മുടക്കുന്ന പൈസ, അപ്പോൾ 1 lakh ആണെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ആ 1 lakh നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ച് ബിസിനസ് തന്നെ ആ പ്രോഫിറ്റ് കിട്ടുന്ന പൈസ നമുക്ക് ഇത്ര എടുത്ത് കഴിയും. അല്ലാതെ ബിസിനസ്സിലേക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. അപ്പോൾ
നമ്മൾ ടെക്സ്റ്റൈൽ ഷോപ്പാണ്, നമുക്ക് ഒരു 100 സാരീസ് നമ്മൾ സെയിൽ ചെയ്ത് അതിൽ നമുക്ക് എന്താ ഒരു 10,000 റുപ്പീസ് കിട്ടി. അത് നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഇന്ന് നമ്മൾ കച്ചവടം ചെയ്ത് 10,000 റുപ്പീസ് കിട്ടി, അത് നമ്മൾ കണക്കിൽ കാണിക്കണം അല്ലേ? 10,000 റുപ്പീസ് കിട്ടിയെന്ന് നമ്മൾ കാണിക്കണം. അത് കാണിക്കാതെ ആ 10,000 റുപ്പീസിൽ നിന്ന് ഒരു 5,000 പേഴ്സണൽ അഫയേഴ്സിന് വേണ്ടി എടുത്ത് അങ്ങനെ എടുക്കുമ്പോൾ അത് പറ്റില്ല. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ എന്താണ്, അത് ബിസിനസ്സിന് കടായിട്ട് അയാൾ വാങ്ങിയതുപോലെ എന്താക്കണം, കാണിക്കണം. തിരിച്ചതെന്താക്കണം, ബിസിനസ്സിലേക്ക് തന്നെ ആ 5,000 റുപ്പീസ് വെക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാവുള്ളൂ. കാരണം ഇന്നിപ്പോൾ കച്ചവടം ചെയ്ത് നമുക്കൊരു 10,000 റുപ്പീസ് കിട്ടി, ആ 10,000 റുപ്പീസ് ഇന്ന് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ അതൊക്കെ ഫുള്ള് ചിലവാക്കി തീർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കണക്കുണ്ടാവുമോ? നാളെ നമുക്ക് വീണ്ടും എന്ത് കിട്ടി, പൈസ കിട്ടി, അത് വീണ്ടും നമ്മൾ ചിലവാക്കി തീർത്ത് പിന്നെ നമുക്ക് ഇയർ എൻഡ് ആകുമ്പോൾ നമുക്ക് എന്താണ്, എത്രയാണ് കണക്ക് കിട്ടിയത് നമുക്ക് എന്താക്കാൻ മനസ്സിലാക്കാൻ പറ്റില്ല. ആ ബിസിനസ് നമ്മൾ നടത്തുമ്പോൾ ബിസിനസ്സിനെ വേറെ നമ്മളെ വേറെ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. എന്നാലേ എന്ത് മനസ്സിലാവുള്ളൂ, ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് മനസ്സിലാവുള്ളൂ. The transactions in business are always recorded from the viewpoint of business. അതായത് ബിസിനസ്സിലുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്യണം. ബിസിനസ്സിന് ഓണർ പൈസ എടുത്താലും എന്താണ്, ഇത്ര രൂപ പൈസ നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് നമ്മളാണ് റെക്കോർഡ് ചെയ്യുന്നത്, നമ്മളെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അങ്ങനെയാണ് പറയുന്നത്. ബിസിനസ്സാണ്, നമ്മളാണ് ഓണർ, നമ്മളെ ആവശ്യത്തിന് എടുക്കുക, ആ പൈസ നമ്മൾ ബിസിനസ്സിന് വേണ്ടി അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അക്കോർഡിംഗ് ടു entity concept, proprietor is the lender and capital invested is a liability. This concept enables the proprietor to ascertain the true picture of business. അതായത് നമ്മൾ ഈ കോൺസെപ്റ്റ് വഴി എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളെ ബിസിനസ്സിൻ്റെ ട്രൂ പിക്ചർ നമുക്ക് കിട്ടും. നമ്മൾ 1 lakh റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപ ഇയർ എൻഡ് ആയപ്പോൾ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പേഴ്സണൽ പർപ്പസിന് വേണ്ടി അതിൻ്റെ ഇടയിൽ നിന്ന് പൈസ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസ നമ്മൾ എടുത്ത് ഇപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ ഒരു കണക്ക് കിട്ടില്ല. അപ്പോൾ ഓരോ പൈസ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെന്താക്കണം, റെക്കോർഡ് ചെയ്യണം. ബിസിനസ്സിന് എടുക്കുകയാണെങ്കിലും ഓണറാണ് എടുക്കുന്നതെങ്കിലും അതിന് പ്രോപ്പർ എന്ത് വേണം, റെക്കോർഡിങ് വേണം. അതിനാണ് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ്. എന്താ നോക്കുക, അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി ആർ ടു ബി റെക്കോർഡ്. അതായത് മണിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മണിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റോ വർക്കിംഗ് കണ്ടീഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് എന്താണ് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ. എംപ്ലോയീസിൻ്റെ ബിഹേവിയറോ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒന്നും നമുക്ക് മണിയിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, റെക്കോർഡും ചെയ്യില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളിവിടെ അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യില്ല. നമ്മൾ മണി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന കോൺസെപ്റ്റുകൾ മാത്രമേ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ, അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റാണ് നോക്കുന്നത്. ദിസ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് എവറി ബിസിനസ് വിൽ കണ്ടിന്യൂ എ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. അതായത് നമ്മൾ കുറച്ച് കാലത്തേക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ ബിസിനസ് തുടങ്ങുക, ഇൻഡെഫിനിറ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മളത് എക്കാലം നീട്ടി നിൽക്കുന്നതാണ് ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ബിസിനസ് തുടങ്ങുക. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. ഇറ്റ് ഈസ് വിത്ത് ദ അസംപ്ഷൻ ദാറ്റ് ഫിക്സഡ് അസറ്റ് ആർ റെക്കോർഡഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ് ലെസ് ഇറ്റ്സ് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റൊക്കെ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ് അതിൻ്റെ ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ദിസ് കോൺസെപ്റ്റ് മേക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും നമ്മൾ ഡിഫറൻസ് ആണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. പീപ്പിൾസ് കോൺഫിഡൻസ് ഇൻ ബിസിനസ് ഈസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഇൻഡെഫിനിറ്റ് ലൈഫ്. നമ്മളെ ബിസിനസ്സിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, നാളെ അവസാനിക്കുന്ന ഒരു സാധനമല്ല, ജീവിതകാലം മൊത്തം തുടർന്നുകൊണ്ട് നിൽക്കുന്ന ഒരിതാണ് നമ്മൾ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് അല്ലേ. അല്ല 2 വർഷത്തേക്ക് വേണ്ടി മാത്രം ആരെങ്കിലും ബിസിനസ് തുടങ്ങുക, അല്ലെങ്കിൽ 1 വർഷത്തേക്ക് വേണ്ടി മാത്രം ആരും ബിസിനസ് തുടങ്ങും ഇല്ല. ലൈഫ് ലോങ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടേക്ക് നമ്മൾ ബിസിനസ് തുടങ്ങുക. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റാണ്. അതിലെന്താ പറയുന്നത്, ഫോർ സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ് റെഗുലർ ആൻഡ് പീരിയോഡിക് ഇവാലുവേഷൻ ഹാസ് ടു ബി മെയ്ഡ്. ഇല്ല, ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിന് വേണ്ടിയിട്ട് റെഗുലറും പീരിയോഡിക് ആയിട്ടുള്ള ഇവാലുവേഷനും വേണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സാധാരണ നമ്മൾ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയല്ലേ നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് നമ്മളെ 1 ഇയർ തുടങ്ങുക. പക്ഷേ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല. അക്കൗണ്ടിങ്ങിൽ എന്താണ്, ഏപ്രിൽ 1 മുതൽ ഡിസംബർ 31 വരെയാണ് നമ്മൾ ഒരു വർഷമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ടൈം ഇൻ്റർവെലിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പീരീഡിൻ്റെ അവസാനം, അതായത് 31
മാർച്ചിൽ നമ്മൾ എന്തുണ്ടാക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ ഉണ്ടാക്കും. എന്തിന് വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലൂക്ക പെസിലോലി പറഞ്ഞിട്ടുണ്ട് എന്താണ്, ബുക്സ് ഷുഡ് ബി ക്ലോസ്ഡ് ഈച്ച് ഇയർ എസ്പെഷ്യലി ഇൻ പാർട്ട്ണർഷിപ്പ് ബിക്കോസ് ഫ്രീക്വൻറ്റ് അക്കൗണ്ടിങ് മേക്സ് ഫോർ ലോങ് പാർട്ട്ണർഷിപ്പ്. അതായത് നമ്മൾ ഓരോ വർഷവും എന്ത് ചെയ്യണം, നമ്മൾ ബുക്സ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മാത്രമല്ല ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ ഉണ്ടാക്കണം ഓരോ വർഷവും. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ ബിസിനസ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും, എസ്പെഷ്യലി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ. എന്നാലല്ലേ കുറേ കാലം കഴിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ എന്താ നമുക്ക് ആ കണക്കുകളൊക്കെ മറന്നു. അപ്പോൾ ഓരോ വർഷവും നമ്മൾ ഇയർ എൻഡിങ്ങിൽ ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് മേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്പെയർഡ് ആൻഡ് അൺഎക്സ്പെയർഡ് കോസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അക്രൂഡ്, അഡ്വാൻസ്ഡ് ഇൻകം, റവന്യൂ ആൻഡ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എന്തൊക്കെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് എന്തൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, പ്രീപെയ്ഡ് മുൻകൂട്ടി നമ്മൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് ഇൻകം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ, ഇനി എന്തെങ്കിലും റവന്യൂ നമുക്ക് ഇനി കിട്ടണ്ടോ, അങ്ങനത്തെ എല്ലാ കണക്കുകളും നമുക്ക് എന്ത് മനസ്സിലാവും, നമുക്ക് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇയർ എൻഡിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് അക്കൗണ്ടിങ് പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഈ മാർച്ച് 31 നമ്മൾ എന്തുണ്ടാക്കുക, നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ഉണ്ടാക്കുക. നെക്സ്റ്റ് കോസ്റ്റ് കോൺസെപ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് ഓൾ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ആക്ച്വൽ പ്രൈസ്. അതായത് എന്നാണോ നമ്മൾ സാധനം വാങ്ങുന്നത് ആ പ്രൈസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മേടിച്ച സാധനം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളത് മെഷീനറി വാങ്ങുമ്പോൾ അത് 1 lakh ആയിരുന്നു, പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസിൽ ഇൻക്രീസ് ആയി 1,10,000 ആയി എന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ മേടിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ ഒരു സമയത്തുള്ള കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അതാണ് റെക്കോർഡ് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ഇന്ന് മേടിച്ച് 2-3 ദിവസം കട അവധിയായിരുന്നു, നമുക്ക് എന്താ മേടിച്ച സാധനം ബിസിനസ്സിൻ്റെ എൻട്രി ചെയ്യാൻ പറ്റിയില്ല അക്കൗണ്ട്സിൽ. നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അത് എൻട്രി ചെയ്തത്. അപ്പോഴത്തേക്ക് എന്താണ് 10,000 ഇൻക്രീസ് ആയി. അപ്പോൾ നമ്മൾ എന്നാണ് നമ്മൾ മേടിച്ചത്, അപ്പോൾ എത്ര പൈസ ചെയ്യുന്നു, നമ്മൾ മേടിച്ച എത്ര പൈസയ്ക്കാണോ ആ പൈസയ്ക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അല്ലാതെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പ്രൈസ് ഇൻക്രീസ് ആയല്ലോ ഇന്നത്തെ പ്രൈസിന് റെക്കോർഡ് ചെയ്യണം, അങ്ങനെയല്ല. നമ്മൾ മേടിച്ചപ്പോൾ നമ്മൾ എത്ര പൈസ മുടക്കിയിട്ടാണോ മേടിച്ചത് ആ പൈസയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതാണ് കോസ്റ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. നെക്സ്റ്റ് ഡ്യുവൽ കോൺസെപ്റ്റ് ആണ്. ഡ്യുവൽ കോൺസെപ്റ്റിൽ എന്താ പറയുന്നത്, ദിസ് ഈസ് ദ ബേസിക് കോൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിൻ്റെ ബേസിക് കോൺസെപ്റ്റിൽ ഒന്നാണ് എന്ത്, ഡ്യുവൽ കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിൽ എന്താ പറഞ്ഞത് വെച്ചാൽ എപ്പോഴും എന്താണ് എല്ലാ ട്രാൻസാക്ഷനും 2 ആസ്പെക്ട്സ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത്. ഒരു റിസീവിങ്ങും ഒരു ഗിവിങ്ങും, അങ്ങനെ 2 ആസ്പെക്ട്സ് ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അതായത് ദസ് അറ്റ് ദ പോയിന്റ് ഓഫ് ടൈം ടോട്ടൽ ബെനിഫിറ്റ് റിസീവ്ഡ് ഷുഡ് ബി ഈക്വൽ ടു ടോട്ടൽ ബെനിഫിറ്റ് ഗിവൺ. നമ്മൾ എത്രയാണോ കൊടുത്തത് അതിന് ഈക്വൽ ആയിട്ടാണ് എപ്പോഴും ഉണ്ടാവുക പൈസ നമുക്ക് കിട്ടുകയും ചെയ്യാം. അത് എക്സാമ്പിൾ വെച്ച് പറയുന്നത്, അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. എക്സ് എന്ന് പറഞ്ഞ ഒരാൾ 2 lakhന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ 2 കോൺസെപ്റ്റ് വന്നിട്ടുണ്ട്. എന്താണ്, ഒന്ന് ക്യാഷ് റിസീവ് ചെയ്തിട്ട് അതേ സമയത്ത് എന്താണ് സെപ്പറേറ്റ് ആണ് ബിസിനസ്സും എൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് 2 lakh കൊടുത്തത്. അപ്പോൾ ഇതിനേക്കാളും ഇതാണ് ഇവിടെ തന്ന എക്സാമ്പിൾ. അപ്പോൾ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം, അതായിരിക്കും കുറച്ചും കൂടെ നല്ലോണം മനസ്സിലാവുക. അപ്പോൾ നമുക്ക് വേറൊരു കോൺസെപ്റ്റ് പറയാം. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഫർണിച്ചർ പർച്ചേസ് ചെയ്തെന്ന് വിചാരിച്ചു, ഫർണിച്ചർ അപ്പം എത്ര രൂപയ്ക്ക്, ഒരു 1 lakh റുപ്പീസിന് ഫർണിച്ചർ പർച്ചേസ് ചെയ്ത് 1 lakh റുപ്പീസിന് ഫർണിച്ചർ പർച്ചേസ് ചെയ്ത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 കോൺസെപ്റ്റ് വന്നു. ഒന്നെന്താണ്, ഫർണിച്ചർ നമുക്ക് കിട്ടി, ക്യാഷ് നമ്മുടെ അടുത്ത് പോയി ഇല്ലേ. അതാണ് ഇവിടെ ഡ്യുവൽ കോൺസെപ്റ്റാണ് എപ്പോഴും വരിക. നമ്മൾക്ക് എന്ത് കിട്ടി, ഫർണിച്ചർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ബിസിനസ്സിലേക്ക് വന്നു, ക്യാഷ് നമ്മൾ 1 lakh നമ്മളെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എന്താ അവിടെ ഡ്യുവൽ കോൺസെപ്റ്റ് വന്നില്ലേ. ഒന്നെന്താണ് ഗിവിങ് കോൺസെപ്റ്റ്, അതായത് ക്യാഷ് കൊടുത്ത്, ഒന്നെന്താണ് റിസീവിങ് കോൺസെപ്റ്റ്, എന്താണ് അത് ഫർണിച്ചർ കിട്ടി. അതാണ് നമ്മൾ പറഞ്ഞത് എന്താണ് 2 കോൺസെപ്റ്റ് വന്നത്. ക്യാഷ് പോയി, അതിന് പകരം എന്ത് കിട്ടി, ഫർണിച്ചർ നമുക്ക് കിട്ടി. അതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത് 2 കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളാണ് കുറച്ചും കൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുക മറ്റേനേക്കാൾ. അപ്പോൾ ഡ്യുവൽ കോൺസെപ്റ്റ് ആകുമ്പോൾ ഈ ചെറിയൊരു എക്സാമ്പിൾ ആലോചിച്ചാൽ നമ്മൾ ഫർണിച്ചർ 1 lakhന് വാങ്ങി. അപ്പോൾ എന്ത് കിട്ടി, ഫർണിച്ചർ നമുക്ക് കിട്ടി, എന്താണ് 1 lakh റുപ്പീസ് നമ്മുടെ അടുത്ത് പോയി. അതാണ് ഇവിടെ ഡ്യുവൽ കോൺസെപ്റ്റിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഇക്വേഷൻ പോലെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ഫർണിച്ചർ ആകുമ്പോൾ നമ്മളെ ബിസിനസ്സിലേക്ക് വന്ന സാധനമാണ് അല്ലേ. അപ്പോൾ നമ്മൾ ബിസിനസ്സിലേക്ക് വന്ന് ക്യാഷ് നമ്മുടെ അടുത്ത് പോയി. നോക്ക് ഇവിടെ ഒരു ഇക്വേഷൻസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് ലാബിലിറ്റി. കണ്ടോ,
ക്യാപിറ്റൽ ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് ലാബിലിറ്റി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഫോളോ ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നമ്മൾ മുടക്കിയ പൈസയാണ്. നമ്മൾ മുടക്കിയ പൈസ എന്ന് വെച്ചാൽ എന്താ, നമ്മളെ ബിസിനസ്സിൻ്റെ ആസ്തിയിൽ നിന്ന് നമ്മളെ ബാധ്യതകളൊക്കെ കുറച്ചിട്ട് ബാക്കി പൈസയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അസറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സിൻ്റെ മൊത്തമുള്ള ആസ്തി, ലാബിലിറ്റി എന്ന് വെച്ചാൽ നമ്മളെ ബാധ്യത. അപ്പോൾ ആസ്തിയിൽ ബാധ്യതകൾ കുറച്ചിട്ട് ബാക്കിയുള്ള പൈസയ്ക്കാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ തന്നെ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടാക്കാം. എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും, ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി ആയിരിക്കും അസറ്റ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്ന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. പിന്നെ അതേപോലെ നമ്മൾ പറയുകയാണെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം, ബിസിനസ്സിൻ്റെ വ്യൂ പോയിന്റിൽ അസറ്റും ലാബിലിറ്റീസും ഈക്വൽ ആയിരിക്കണം. കാരണം എന്താണ്, അസറ്റിന് ആസ്തിനേക്കാളും കൂടുതൽ ബാധ്യത വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, നമ്മളെ ആസ്തിയും നമുക്ക് കൊടുക്കാനുള്ളതും ഏകദേശം ഈക്വലാക്കി വെക്കണം. കാരണം അതിനേക്കാളും കൂടുതലാണ് നമുക്ക് ബാധ്യത വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അത് എന്താക്കാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ പറ്റില്ല. നമുക്കത് ഒരിക്കലും കൊടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റൂല അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ റിയലൈസേഷൻ കോൺസെപ്റ്റാണ്. ഈ കോൺസെപ്റ്റിൽ നമ്മൾ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു സെയില് നടന്ന് അല്ലെങ്കിൽ ഒരു സർവീസ് നടത്തി കസ്റ്റമേഴ്സിന്, ആ സമയത്ത് എന്ത് വരും, ക്യാഷ് വരും. അത് ചിലപ്പോൾ ക്യാഷ് ആയിരിക്കും, ചിലപ്പോൾ ക്രെഡിറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വിറ്റു, ഇപ്പം നമ്മൾ ഒരു 100 നമ്മൾ ഓണറാണ്, ഇപ്പം നമ്മളൊരു 100 സാരീസ് വിറ്റ്. ചിലപ്പം നമ്മൾ വിൽക്കുമ്പോൾ കസ്റ്റമർ ആ മേടിച്ച ആൾക്ക് ഒരു 100 സാരീസിൻ്റെ പൈസ ഒറ്റയടിക്ക് തരാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അയാൾ എന്ത് തരും, കുറച്ച് പൈസ മാത്രം തരും. ചിലപ്പോൾ ഫുൾ എമൗണ്ട് അപ്പം തന്നെ തരും, ചിലപ്പം പറയും ഒന്നും തരില്ല, അടുത്ത മാസം തരാമെന്ന് പറയും. ഇപ്പോൾ എന്താണെങ്കിലും ഒരു സെയിൽ നടന്നു, അപ്പോൾ അവിടെ എന്താ ഒരു റവന്യൂ ഉണ്ടായിട്ടുണ്ട്. അതാണ് റവന്യൂ കോൺസെപ്റ്റിൽ പറഞ്ഞത്. റവന്യൂ റിയലൈസേഷൻ ഡസ് നോട്ട് നെസസറി മീൻ ദാറ്റ് റവന്യൂ മസ്റ്റ് ബി realized in cash. If a firm transfers or sells goods in March and receives in May, revenue will be considered as or released in March when revenue are transferred. അതായത് ഒരു സാധനം വിറ്റ് മാർച്ചിൽ, പക്ഷെ അപ്പം ക്യാഷ് കിട്ടിയില്ല, പക്ഷെ എന്താ മെയിലാണ് കിട്ടിയത്, പക്ഷെ അവിടെ റവന്യൂ ഉണ്ടായിട്ടുണ്ട് അല്ലേ, അത് മെയിൽ നമുക്ക് പൈസ കിട്ടുമല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ റവന്യൂ കോൺസെപ്റ്റിന് വേറൊരു പേരുണ്ട്, റവന്യൂ റെക്കഗ്നിഷൻ കോൺസെപ്റ്റിനൊരു പേരും ഉണ്ട്. നെക്സ്റ്റ് മാച്ചിങ് കോൺസെപ്റ്റാണ്. മാച്ചിങ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് കോൺസെപ്റ്റാണ്. അക്കോർഡിംഗ് ടു മാച്ചിങ് കോൺസെപ്റ്റ്, കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസ് ഓഫ് എ business for a particular period are matched and compared with the revenue of that period in order to ascertain profit or ലോസ്. അതായത് ഒരു പീരീഡിലുള്ള റവന്യൂ അല്ലെങ്കിൽ ഇതെന്താ ചെയ്യാം, ആ പീരീഡിലുള്ള കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യും. നമുക്ക് നമ്മളെ വരവും ചിലവും തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കും. ഇപ്പോൾ റവന്യൂ ആണ് കൂടുതലെങ്കിൽ കോസ്റ്റിനേക്കാളും അല്ലെങ്കിൽ ചിലവിനേക്കാളും കൂടുതൽ കോസ്റ്റിനേക്കാളും കൂടുതൽ നമുക്ക് വരുമാനമാണെങ്കിൽ നമുക്ക് എന്താണ്, പ്രോഫിറ്റാണ്. പക്ഷേ എന്താണ്, കോസ്റ്റാണ് കൂടുതൽ നമുക്ക് നമ്മളെ റവന്യൂവിനേക്കാൾ നമ്മളെ വരുമാനത്തിനേക്കാളെങ്കിൽ അവിടെ എന്തായിരിക്കും, ലോസ് ആയിരിക്കും. അതാണ് മാച്ചിങ് കോൺസെപ്റ്റിൽ പറയുന്നത്. അതായത് റവന്യൂ കോസ്റ്റും തമ്മിൽ നമ്മൾ എന്താക്കും, കമ്പയർ ചെയ്തിട്ട് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കും. ഇവിടെ പറയുന്ന അക്രൂവൽ കോൺസെപ്റ്റാണ്. അക്രൂ മീൻസ് ഫാൾ ഡ്യൂ എന്നാണ് പറയുന്നത്. ഈ കോൺസെപ്റ്റിൽ എന്താ പറയുന്നത് വെച്ചാൽ, നമുക്ക് ടോട്ടൽ ഇൻകം കിട്ടിയോ അല്ലെങ്കിൽ എക്സ്പെൻസ് വന്നോ കറൻറ്റ് ഇയറിൽ നോക്കും. അതായത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ടോ എന്നല്ല. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ വേറൊരു രീതിയിലാണ് ഇവിടെ പറയുന്നത്. അവിടെ നമ്മൾ ഇൻകം മാത്രമേ ഇത് നോക്കി, ഇവിടെ നമ്മൾ എക്സ്പെൻസ് നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഫർണിച്ചർ നമ്മൾ വാങ്ങിയപ്പോൾ നമ്മളെടുത്ത് പൈസ കൊടുക്കാനില്ല അല്ലേ, പക്ഷേ ഫർണിച്ചർ വാങ്ങിയത് എന്താണ്, എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ഈ കറൻറ്റ് പീരീഡ് എന്ന് വെച്ചാൽ ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വർഷം പൈസ തരാം, നമ്മൾ അടുത്ത വർഷം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ എന്താണ്, ഒരു എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും എക്സ്പെൻസിൻ്റെ പൈസ കൊടുത്തോ ഇല്ലയോ നോക്കില്ല. അപ്പോൾ എക്സ്പെൻസ് എന്താണ്, വന്നിട്ടുണ്ട്. അതേപോലെ ഇൻകം ആണെങ്കിൽ നമ്മളെടുത്ത് ഇപ്പോൾ ആരെങ്കിലും ഒരു സാധനം മേടിച്ചാൽ കടത്തിനായിരിക്കും, ചിലപ്പോൾ ഈ വർഷം നമുക്ക് തരില്ല, നമുക്ക് അടുത്ത വർഷത്തേക്ക് തരും. പക്ഷേ അവിടെ എന്താണ്, നമുക്ക് കിട്ടും അല്ലേ, അവിടെ ഒരു റവന്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫാൾ ഡ്യൂ അല്ലെങ്കിൽ അക്രൂ ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ കോൺസെപ്റ്റാണ് ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ്. ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, മെറ്റീരിയൽ തിങ് ദാറ്റ് ക്യാൻ ബി ടച്ച് ഓർ സീൻ. നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന മെറ്റീരിയൽ തിങ്ങിനെയാണ് നമ്മൾ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
അങ്ങനത്തെ ഇതാണ് നമ്മൾ എന്തിനെടുക്കുക, നമ്മൾ ഫൈനൽ ട്രാൻസാക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എവിഡൻസ് ആയിട്ട് നമ്മൾ പ്രൂഫിന് എടുക്കുക. ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റിൽ എന്താ പറയുന്നത് വെച്ചാൽ ഈച്ച് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഷുഡ് ഹാവ് അഡിക്വേറ്റ് എവിഡൻസ് ടു സപ്പോർട്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനും അഡിക്വേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് വേണം, എവിഡൻസ് വേണം എന്നാണ് നമ്മൾ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. ദിസ് മീൻസ് ദ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് വൗച്ചേഴ്സ്, റെസിപ്റ്റ്, ഇൻവോയ്സസ്. അങ്ങനെ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് വേണം, നമ്മൾ ഓരോ ഡോക്യുമെൻറ്റ്സ് വേണം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുമ്പോൾ എന്നാണ് നമ്മൾ ഒബ്ജക്റ്റിവിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത്. when the accounting records are based on documentary evidence, it is easily to verify them. അപ്പോൾ എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് എവിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ വെരിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 10 കോൺസെപ്റ്റാണ് മെയിനായിട്ട് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ദ ടേം ഓഫ് കൺവെൻഷൻ ഇൻക്ലൂഡ്സ് ദോസ് കസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷൻ വിച്ച് ഗൈഡ് അക്കൗണ്ടൻറ്റ് വൈൽ പ്രിപ്പയറിങ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന കൺവെൻഷൻസ് ഇല്ലേ, കസ്റ്റംസും ട്രഡീഷൻസും, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് 4 എണ്ണാണുള്ളത്: കൺസർവേറ്റിസം, ഫുൾ ഡിസ്ക്ലോസർ, കൺസിസ്റ്റൻസി, മെറ്റീരിയാലിറ്റി. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണെന്നും അതേപോലെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അക്കൗണ്ടിങ് കൺവെൻഷൻസിൻ്റെ വേറെ പേരാണ് ഡോക്ട്രിൻ ഓഫ് അക്കൗണ്ട്സ് കേട്ടോ. വേറെ പേരിൽ അറിയപ്പെടുന്നത്, അതായത് ഡോക്ട്രിൻ ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആർ കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻസ് വിച്ച് ഗൈഡ് ദ അക്കൗണ്ടൻറ്റ് വൈൽ പ്രിപ്പയറിങ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കസ്റ്റംസും ട്രഡീഷൻസും ആചാര അനുഷ്ഠാനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ പണ്ട് മുതലേ ഒരു അക്കൗണ്ടൻറ്റ് ഫോളോ ചെയ്ത് വരുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുക. ദീസ് ആർ ജനറൽ റൂൾസ് ഓഫ് പ്രാക്ടീസ് ഫോർമുലേറ്റഡ് ഔട്ട് ഓഫ് കസ്റ്റംസ്, യൂസേജ് ആൻഡ് ട്രഡീഷൻസ്. അതായത് ഇത് കുറേ കാലപ്പഴക്കം കൊണ്ട് ഉണ്ടായി വന്ന റൂൾസും ട്രഡീഷൻസും. അത് പണ്ട് നമ്മളിപ്പോൾ ഒരു കമ്പനി, നമ്മളിപ്പോൾ പുതിയതായ ഒരു സ്ഥാപനത്തിൽ പോകുന്നത് വെച്ചാൽ അപ്പോൾ അതിന് മുൻപുള്ള അക്കൗണ്ടൻറ്റ് ഉണ്ടാവും അവിടെ അല്ലേ, അതിന് മുൻപുള്ള ഒരു അക്കൗണ്ടൻറ്റ് ഉണ്ടാവും. അയാൾ ചെയ്ത് വെച്ച് ആ ഒരു മോഡലിനായിരിക്കും പിന്നെ വരുന്ന ആൾ ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങൾ കൊണ്ട് ഉണ്ടായി വന്ന ഒരു ജനറൽ റൂൾസ് ഓഫ് പ്രാക്ടീസിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയാം. These are common practices that are followed in recording, presenting accounting information. നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള പ്രാക്ടീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് ഏതാണെന്ന് നോക്കേ. അപ്പോൾ നമ്മൾ പറഞ്ഞ 4 ടൈപ്പാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ എന്താണ്, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ദിസ് കൺവെൻഷൻ ഫോളോസ് ദാറ്റ് ദ ബേസിസ് ഫോളോഡ് ഇൻ സെവറൽ അക്കൗണ്ടിങ് പീരീഡ് ഷുഡ് ബി കൺസിസ്റ്റൻറ്റ്. അതായത് നമ്മൾ കുറേ പീരീഡ്സിൽ ഉള്ള അക്കൗണ്ടിങ് എന്തായിരുന്നു, അക്കൗണ്ടിങ് കൺവെൻഷൻ എന്താണ്, ബേസിസ് ചെയ്യുന്നത് ഒരേപോലെ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതായത് മാറ്റം. ഇപ്പോൾ ഒരു പീരീഡിൽ ഒരു അക്കൗണ്ടിങ് പീരീഡ് വെച്ചാൽ നമുക്കറിയാം ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെ എന്നറിയാം. അപ്പോൾ ഒരു വർഷം ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് അടുത്ത വർഷം വേറെ മെത്തേഡ്, അങ്ങനെയല്ല. അതെന്താ, കൺസിസ്റ്റൻ്റ് ആയിരിക്കും. എന്താ, ത്രൂ ഔട്ട് പീരീഡ് നമ്മൾ ഒരേ മെത്തേഡ് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്താ പറയുന്നത് നോക്ക്. ദിസ് മീൻസ് that the methods adopted in one accounting year should be followed ഇയർ ആഫ്റ്റർ ഇയർ. ഇപ്പോൾ ഒരു വർഷം നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തഡ് തന്നെയായിരിക്കും ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷം പിറ്റത്തെ വർഷം അത് കഴിഞ്ഞിട്ടുള്ള വർഷമൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇയർ വൈസ് നമ്മൾ എന്താണ് മെത്തേഡ്സ് മാറ്റൊന്നുമില്ല, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കും, സെയിം തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ദെൻ ഓൺലി കമ്പാരിസൺ ഓഫ് റിസൾട്ട് ഈസ് പോസിബിൾ. നമ്മൾ മെത്തേഡ് സെയിം തന്നെയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷേ അതിൽ വരുന്ന റിസൾട്ടുകൾ ഉണ്ടല്ലോ, ചില വർഷം പ്രോഫിറ്റ് ആയിരിക്കും, ചില വർഷം എന്താ ലോസ് ആയിരിക്കും. അപ്പോൾ ആ റിസൾട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, കമ്പയർ ചെയ്യുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇഫ് ആൻ അസറ്റ് ഈസ് ഡിപ്രീസിയേറ്റഡ് ഓൺ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഇൻ 1 year, the same method depreciation should be used in following year. This does not mean once that a method has been adopted it never change in future. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ
ഫസ്റ്റ് നമ്മൾ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡാണ് യൂസ് ചെയ്തത് ഒരു ഇയർ. അപ്പോൾ പിറ്റത്തെ വർഷം നമ്മൾ ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് തന്നെയായിരിക്കും ഉപയോഗിക്കുക? ഡിപ്രീസിയേഷൻ വെച്ചാൽ എന്താ, തേയ്മാനത്തിനാണ് പറയുക. അപ്പോൾ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് മെത്തേഡ് തന്നെയായിരിക്കും ഉപയോഗിക്കുക? ഡിമിനിഷിങ് മെത്തേഡ് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അല്ലാതെ ഒരു വർഷം ഡിമിനിഷിങ് മെത്തേഡ് വെച്ചിട്ട് അസറ്റിൻ്റെ തേയ്മാനം കണ്ട് അടുത്ത വർഷം നമ്മൾ തേയ്മാനം കാണുമ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താണ്, ഏത് മെത്തേഡാണോ നമ്മൾ ഒരു വർഷം ഫോളോ ചെയ്ത് ആ മെത്തേഡ് തന്നെയായിരിക്കും വീണ്ടും അടുത്ത വർഷം നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷേ ഇതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ഒരിക്കലും ഒരു പ്രാവശ്യം ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്താൽ പിന്നെ ഫ്യൂച്ചറിൽ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്നുള്ളതല്ല. ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡ് തന്നെയായിരിക്കും എന്താണ് നമ്മൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. കാരണം എന്താണ്, ഇഫ് ദ ന്യൂ മെത്തേഡ് ഈസ് ഫൗണ്ട് മോർ യൂസ്ഫുൾ ദ പ്രസൻറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്. നമ്മൾ പറയാം പുതിയ മെത്തേഡാണ് നമ്മൾ പാസ്റ്റിനേക്കാളും കൂടുതൽ നല്ലതെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് പാസ്റ്റ് മാറ്റാം. അല്ലെങ്കിൽ ഒരു കാര്യമില്ലാതെ നമ്മൾ ഓരോ വർഷവും പുതിയ പുതിയ മെത്തേഡ്സ് ഇങ്ങനെ ട്രൈ ചെയ്യില്ല. എന്താ, കൺസിസ്റ്റൻസ് ആയിട്ട് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ആ മെത്തേഡ് തന്നെയായിരിക്കും നമ്മൾ വരും വർഷത്തിലും യൂസ് ചെയ്യാനാണ് നമ്മൾ ഫസ്റ്റത്തെ കൺസിസ്റ്റൻസിയിൽ പറയുന്നത്, കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസിയിൽ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് മെത്തേഡ് പറയുന്നത് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റീവ്സ് ആണ്. ഇവിടെ പറയുന്നത് എന്താണ്, ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഡോക്ട്രിൻ ഓഫ് പ്രുഡിജീസ്. അതായത് ദിസ് മെത്തേഡ് വേറെ പേരാണ് ഡോക്ട്രിൻ ഓഫ് പ്രുഡൻസ്. ദിസ് പോളിസി ഈസ് ഓഫ് പ്ലെയിൻ സേഫ്, അതായത് സേഫ് സോണിൽ കളിക്കുക എന്നുള്ളൊരു ഇതും കൂടെ നമ്മൾ പറയുന്നുണ്ട്. As per this conservatism, the accountant should anticipate all losses and make provisions for them, but should not anticipate the profit അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. അതായത് നമ്മൾ എന്താ പറഞ്ഞത് വെച്ചാൽ ഇത് നമ്മൾ സേഫ് സോണിൽ നിന്ന് പ്ലേ ചെയ്യുക, സേഫായി പ്ലേ ചെയ്യുക എന്നുള്ളൊരു അർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അക്കൗണ്ടൻറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ എല്ലാ പോസിബിൾ ആയിട്ടുള്ള ലോസും അയാൾ നോക്കും. പക്ഷെ അയാൾ എന്ത് നോക്കൂല, പ്രോഫിറ്റ് നോക്കൂല. എന്തെല്ലാം ഇപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ എന്തൊക്കെ ലോസസ് വരുന്നു, എന്തെല്ലാം നഷ്ടങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കും. പ്രോഫിറ്റ് നമ്മൾ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. കാരണം എന്താണ്, നമുക്ക് എന്ത് കിട്ടും അപ്പം? ഇറ്റ് ഈസ് ബിക്കോസ് ദിസ് കൺസർവേറ്റിസം വി ഗെറ്റ് ആൻ ഐഡിയ ദാറ്റ് അക്കൗണ്ടന്റ് ആർ പെസിമിസ്റ്റിക് ബോറിംഗ് പീപ്പിൾ. കൺസർവേറ്റിസം ഈസ് എ ഡിഫെൻസ് അക്കൗണ്ടിങ് മെക്കാനിസം എഗെയിൻസ്റ്റ് അൺസർട്ടനിറ്റീസ് ആൻഡ് റിസ്ക്. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, നമ്മൾ ഒരുപാട് ആർഭാടായിട്ട് അത് മൊത്തം തീർക്കുക. അപ്പോൾ നമ്മളടുത്ത് പിന്നെ പെട്ടെന്ന് ഭാവിയിലേക്ക് എന്തെങ്കിലും ലോസ് വന്നാൽ, എന്തെങ്കിലും റിസ്ക്കോ അൺസർട്ടനിറ്റി പെട്ടെന്ന് വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഭാവിയിൽ എന്തെല്ലാം ലോസുകൾ വരാനുണ്ട്, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണമെന്ന് ഇപ്പോഴേ നോക്കും ഒരു അക്കൗണ്ടൻറ്റ്. ഫിനാൻഷ്യലായിട്ട് എന്തെല്ലാം ലോസ് ഭാവിയിലേക്ക് വരാനുണ്ട്, ആ ലോസ് വരുമ്പോൾ മറികടക്കാനുള്ള സാമ്പത്തികം നമ്മളെ കമ്പനിക്ക് ഇപ്പം ഉണ്ടോ, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്യണം, മുന്നൊരുക്കമായിട്ട് എന്തെല്ലാം നമ്മൾ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കും. അതാണ് റിസ്ക്. അപ്പോൾ നമുക്ക് എന്താ കുറയും. നമ്മൾ ഓൾറെഡി നമ്മൾ വിചാരിക്കും ഇത്രയും ലോസ് വരാനുണ്ട്, അല്ലെങ്കിൽ ഇത്രയും റിസ്ക് വരാനുണ്ട്, നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചാൽ ആ റിസ്ക് ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പെട്ടെന്നുള്ള ഒരു കാര്യത്തിനാണ് നമുക്ക് എന്താ പൈസ തയ്യാൻ നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് പ്രതീക്ഷിച്ച് പൈസ എടുത്തു വെച്ച് തന്നെ നമുക്ക് ആ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക് ഓൺ കോസ്റ്റ് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ് ഈസ് ബേസ്ഡ് ഓൺ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. അതായത് നമ്മൾ നോക്കുകയാണ്, നമ്മളിപ്പോൾ വിൽക്കുന്ന, നമുക്കിപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാരിക്ക് 100 റുപ്പീസ് അല്ലെങ്കിൽ ഒരു സാരിക്ക് 1000 റുപ്പീസ് വെച്ച് നമ്മൾ വിൽക്കുന്നുണ്ട്. നമുക്കൊരു വർഷം അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്കൊരു 1 lakh കിട്ടുന്നുണ്ട്. അപ്പോൾ അടുത്ത മാസം ഇത്രയും കിട്ടുമോ? ഈ സാരീൻ്റെ ഈ റേറ്റ് ഇങ്ങനെ തന്നെ വിൽക്കുമോ? ഇല്ല. അടുത്ത വർഷം ചിലപ്പോൾ ഫാഷൻ മാറും. നമ്മളിപ്പോൾ 1000 വിൽക്കുന്ന സാരി ചിലപ്പോൾ നമ്മൾ 500 വിൽക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ നമ്മൾ ഓൾറെഡി കാണണം, ആ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറയും എന്ന് നമ്മൾ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വർഷം അത്രയും ലോസിന് സാരി വിൽക്കേണ്ടി വന്നാലും നമുക്ക് അത്രയും പ്രോഫിറ്റ് വന്നില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അത് ഫേസ് ചെയ്യാൻ വേണ്ടി റെഡിയായി, അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള മുൻകരുതലുകൾ നമ്മളെന്താ എടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് അത്രയും ഒരു പ്രശ്നം വരില്ല. അതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ബാഡ് ഡെബ്റ്റ്സ് ആൻഡ് ഡിസ്കൗണ്ട് ഓൺ ഡെബ്റ്റേഴ്സ്. അതേപോലെ നമ്മളടുത്ത് കടത്തിന് വാങ്ങിയ ആൾക്കാരുണ്ടാവും അല്ലേ, കടത്തിന് വാങ്ങി കൊണ്ടുപോയവരുണ്ടാവും, നമുക്ക് എന്താ തരും എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടുപോയ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കേസ് പറഞ്ഞത്, നമ്മളിപ്പോൾ ഇത്രയും സാരി വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അടുത്ത് റെഡി പൈസ നമുക്ക് തരാണ്ടാവില്ല, അടുത്ത വർഷം തരുമെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തരുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവർ തരൂല, അവർ ആ പൈസ തന്നില്ലെങ്കിലും അടുത്ത വർഷം നമുക്ക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടോ. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണ് ഈ വർഷമെങ്കിൽ നമ്മൾ എന്താക്കും, പ്രോഫിറ്റ് എന്ന് ചെറിയൊരു എമൗണ്ട് അതിന് വേണ്ടിയിട്ട് ആ കടക്കാർ തരുള്ള ആ പൈസ അല്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കും.
അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അപ്പോൾ നമുക്ക് ഇപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പൈസ ഉണ്ടല്ലോ, നമ്മൾ ബാഡ് ഡെപ്റ്റ് ആയിട്ട് നമ്മൾ എഴുതിത്തള്ളു. കിട്ടാനുള്ള കടം കിട്ടാനുള്ളതൊക്കെയാണ് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഡിസ്കൗണ്ട് ആയിട്ട് ചിലർക്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ആ പൈസയൊക്കെ നമ്മൾ എന്താക്കും, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻ എടുക്കും. പ്രൊവിഷൻ എന്ന് വെച്ചാൽ മുൻകരുതലുകൾ നമ്മൾ ആദ്യം എടുക്കും. അവർ തിരിച്ച് തന്നില്ലെങ്കിലും നമുക്ക് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അവരുടെ പൈസ ഇല്ലെങ്കിലും നമുക്ക് എന്താ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കും, പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ എന്താക്കും, മാറ്റി വെക്കും. അങ്ങനെ ഓരോ മുൻകരുതലുകൾ എടുക്കും. അതിനാണ് നമ്മൾ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്ക്, കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി ആണ് നെക്സ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് only material or important facts about the business are disclosed through the financial statement. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുള്ളൂ. അതർ അൺഇമ്പോർട്ടൻറ്റും അതേപോലെ ലെസ് ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ളത് നമ്മൾ എന്താക്കും, ടോട്ടലി ഇഗ്നോർ ചെയ്യും. അത് നമ്മളെന്താക്കും, നമ്മൾ കാണിക്കില്ല. അത് വേണമെങ്കിൽ നമ്മളെന്താ ഫുട് നോട്ട്സ് ആയിട്ടോ അല്ലാതെ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കാണിക്കുക എന്നല്ലാതെ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കാണിക്കില്ല. ഇഫ് ഇറ്റ് ഈസ് ഡൺ ദ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി അൺനെസസറിലി ഓവർ ബേൺഡ്. അതായത് നമ്മൾ കുറേ ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറേ കാര്യങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കുത്തി പൊളിച്ചാൽ അതെന്താ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കി ഒന്നും മനസ്സിലാവില്ല, ഓവർ ബൗണ്ടഡ് ആയി നിൽക്കും അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ. അപ്പോൾ മെറ്റീരിയാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, മെറ്റീരിയാലിറ്റി മീൻസ് ഇമ്പോർട്ടൻറ്റ്, എസെൻഷ്യൽ അല്ലെങ്കിൽ റെലവൻറ്റ്. അതിനാണ് നമ്മൾ മെറ്റീരിയാലിറ്റി എന്ന് പറയും. വെദർ എ മാറ്റർ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഓർ നോട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മെറ്റീരിയാലിറ്റി. അപ്പോൾ നമുക്കൊരു മാറ്റർ നമ്മളെന്താ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണോ വേണ്ടോ തീരുമാനിക്കുന്നതിൻ്റെ മെറ്റീരിയാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് അത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ നോക്കിയിട്ടാണ്. വിച്ച് ഈസ് മെറ്റീരിയൽ വിച്ച് ഈസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ഡിസ്കഷൻ ഓഫ് അക്കൗണ്ട്. നമ്മൾ മെറ്റീരിയൽ ആണെങ്കിൽ മാത്രം നമ്മൾ എഴുതും, അല്ലെങ്കിൽ അത് എഴുതൂല അല്ലേ. മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് ഡസ് നോട്ട് അപ്ലൈ വൈൽ റെക്കോർഡിംഗ് ക്യാഷ് ട്രാൻസാക്ഷൻ. എവരി ക്യാഷ് ട്രാൻസാക്ഷൻസ് ഷുഡ് ബി റെക്കോർഡ് റിഗാർഡ്ലെസ് ഓഫ് മെറ്റീരിയാലിറ്റി ഓഫ് എമൗണ്ട് ഇൻവോൾവ്. അതായത് ക്യാഷ് ട്രാൻസാക്ഷൻ ആകുമ്പോൾ നമ്മൾ ഏത് ചെറിയ പൈസയാണ്, ഇപ്പോൾ 1 രൂപ ആണെങ്കിലും 2 രൂപ ആണെങ്കിലും അത് ചെറുതല്ലേ എന്ന് വെച്ചിട്ട് എഴുതാൻ നിൽക്കില്ല. അത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ എഴുതും. ക്യാഷ് അല്ലാത്ത നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ കാര്യമാണ് ഇവിടെ മെറ്റീരിയാലിറ്റിയിൽ പറഞ്ഞത്. ഇമ്പോർട്ടൻറ്റ് മാത്രമേ എഴുതൂ, ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നമ്മൾ കാണിക്കില്ല എന്ന്. പക്ഷേ ക്യാഷ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് എത്ര ചെറിയ റുപ്യാണെങ്കിലും നമ്മൾ എന്താക്കും, അത് റെക്കോർഡ് ചെയ്യും. ലാസ്റ്റത്തെ എന്താണ് പറയുന്നത്, കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ദ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ട്രൂ അക്യുറേറ്റ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, ട്രൂ അതേപോലെ അക്യുറേറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ്. ഹെൻസ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി ഹോണസ്റ്റ് ആൻഡ് ഇൻഫർമേറ്റീവ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കണം, ഹോണസ്റ്റും ആയിരിക്കണം അതേപോലെ ഇൻഫർമേറ്റീവ് ആയിരിക്കണം. ദേ ഷുഡ് നോട്ട് ബി മിസ്ലീഡിങ്. അതെന്താ വഴി തിരിച്ചു വിടുന്നത് ആവരുത്. ദ കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ റിക്വയർസ് ഓൾ സഫീഷ്യൻറ്റ് ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫർദർ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് കൺഫോം ടു ജനറൽ അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷനിൽ എല്ലാ കാര്യവും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്തിരിക്കുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം. ഒരിക്കലും എന്താ കള്ളത്തരം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല, അത് ഹോണസ്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിൻ്റെ ബേസിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ദ കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ റിക്വയേഴ്സ് ദ അക്കൗണ്ട്സ് ആൻഡ് statement should disclose all information needed for users in meaningful and clear manner. അത് യൂസേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും എന്താണ് നമ്മൾ ഇതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും അക്കൗണ്ട്സിലും റെക്കോർഡ് ചെയ്യണം. അതെന്താണ് മീനിങ് ഫുൾ ആയിരിക്കണം, ക്ലിയറും ഓണസ്റ്റും ആയിരിക്കണം, അതായത് മിസ്ലീഡിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ആയിരിക്കരുത്. ഇത്രയും 4 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് അക്കൗണ്ടിങ് കൺവെൻഷനിൽ പറയുന്നത്.